ബഹുമാനപ്പെട്ട ബേബി മണക്കുന്ന്. ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകൻ കടുത്തുരുത്തി MLA കൂടെയായ മുൻ മന്ത്രി ശ്രീ മോൻസ് ജോസഫ് MLA. ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് പാലായുടെ MLA ശ്രീമാൻ മാണി സി കാപ്പൻ. ഇവിടെ എത്തിയിരിക്കുന്ന ഫോമായുടെ മുൻ അധ്യക്ഷന്മാർ, RVPs, നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, എല്ലാവർക്കും നമസ്കാരം. ഷെറിൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 9ാമത് നാഷണൽ കൺവെൻഷൻ അടുത്ത വർഷം 2026 ജൂലൈ മാസം 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ ഹൂസ്റ്റലിൽ വെച്ച് നടക്കുവാൻ പോവുകയാണല്ലോ. അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്ന് നമ്മൾ ഇവിടെ നടക്കുന്ന കിക്ക് ഓഫിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഫോമയുടെ ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ പറ്റിയൊക്കെയും നമ്മുടെ അധ്യക്ഷൻ കൂടിയായ പ്രിയ ബഹുമാനപ്പെട്ട ബേബിച്ചാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. 2008 നമ്മുടെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ശശിധരൻ നായർ ദീപശിവം കൊളുത്തി ആശീർവദിച്ച് അനുഗ്രഹിച്ച് തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം ഇന്നിപ്പം ഏകദേശം 1.5 പതിറ്റാണ്ടുകളോളം പിന്നിട്ടിരിക്കുകയാണല്ലോ. മഹാരഥന്മാർ നയിച്ച ഈ ഒരു പ്രസ്ഥാനം ഇന്നിപ്പോൾ ശ്രീ ബേബി മണക്കുന്നിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കൈകളിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നാളിതുവരെ നമ്മൾ കണ്ടിട്ടുള്ള പ്രസിഡന്റ്മാരൊക്കെയും വളരെ പ്രബലന്മാരായിരുന്നു. അതുപോലെ തന്നെ കിടപിടിക്കുന്ന ഒരു പ്രസിഡന്റാണ് നമുക്ക് ഈ വർഷവും ഈ ടേബിളിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഡോക്ടർ ജേക്കബ് തോമസിൽ നിന്നും ഈ ഒരു അധികാര കൈമാറ്റം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്കൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അത് ഫോമയുടെ വികസനവും കരുതലും എന്നുള്ളതായിരുന്നു. അത് പരിധിവരെ നമുക്ക് പാലിച്ചു എന്ന് വേണം കരുതുവാൻ. നമ്മുടെ ഈ പാരമ്പര്യവും പൈതൃകവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഫോമ എന്ന പ്രസ്ഥാനം മുന്നോട്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നയിക്കാം. ഒരേ കിടക്കയിൽ നിന്നുകൊണ്ട് ഒരേ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നയിക്കാം എന്ന് അതിന് നമുക്കൊരു വാഗ്ദാനം, ഒരു മുദ്രാവാക്യമായിട്ട് എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ പ്രിയ ബഹുമാനപ്പെട്ട ബേബി മണക്കുന്നതിലാണല്ലോ. നമുക്കറിയാം, അദ്ദേഹം ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം പറഞ്ഞ പോലാണ്. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന് ഉറക്കമില്ലായിരുന്നു. ബേബിച്ചാന് ഫോമയുടെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം രാത്രി 2 മണിക്കും 3 മണിക്കും കേൾക്കാൻ നമ്മളെ വിളിക്കുന്നത്. പോളെ നാളെ ഒന്ന് റെഡിയായോ, ബൈജു ഇത് റെഡിയായോ, സിജിലെ കാച്ചിന്റെ കാര്യം എന്തായി? അദ്ദേഹത്തിന് ഉറക്കമില്ല. രാത്രികൾ 3-4 മണിക്കൂറാണ് അദ്ദേഹം ഇതിനു വേണ്ടി ഇപ്പോൾ ഉറങ്ങുന്നത്. അത്രമാത്രം ഈ ഫോമായ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ശ്രീ ബേബി മണക്കുന്നതിന് ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സവിനയം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടകൻ പ്രിയ ബഹുമാനപ്പെട്ട മോൻസ് ജോസഫ് MLA ആണല്ലോ. അദ്ദേഹത്തെ നമുക്കറിയാം, ഫോമയുടെ ഏത് കാര്യത്തിനും നമ്മോടൊപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് പ്രിയ ബഹുമാനപ്പെട്ട മോൻസ് ജോസഫ്. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കടുത്തുരുത്തിയുടെ മുത്താണ് അദ്ദേഹം. കാരണം മുത്തെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, കഴിഞ്ഞ 4-5 തവണ ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത, തോൽവി എന്തെന്നറിയാത്ത, ഒരു പക്ഷേ അടുത്ത പ്രാവശ്യം ജയിക്കുമ്പോൾ ഒരു ഡബിൾ ഹാട്രിക്കിലേക്ക് കടക്കുവാൻ അദ്ദേഹം പോവുകയാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കി, ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട മോൻസ് ജോസഫ്. അദ്ദേഹം മുൻ മന്ത്രിയായിരുന്നു. ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത മന്ത്രിസഭ ഉണ്ടാകുമ്പോൾ അദ്ദേഹം വീണ്ടും മന്ത്രിയാകും. അപ്പോൾ നമുക്ക് അടുത്ത കൺവെൻഷനിൽ ഒരു മന്ത്രിയല്ല 2 മന്ത്രിമാരായിരിക്കും അടുത്ത പ്രശ്നം കിട്ടാൻ പോകുന്നത്. ശ്രീ മാണി സി കാപ്പനും അതുപോലെ തന്നെ ശ്രീ മോൻസ് ജോസഫ് 2 മന്ത്രിമാരായിരിക്കും അടുത്ത കൺവെൻഷനിൽ വരാൻ പോകുന്നത്. സവിനയം ശ്രീ മോൻസ് ജോസഫിനെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. പാലായുടെ മാണിക്യം ഞങ്ങൾ സൂചിപ്പിച്ചു. അദ്ദേഹം 19, ഞാൻ രാഷ്ട്രീയം പറയല്ല, 19 വർഷക്കാലം ആ മണ്ഡലത്തെ അമ്മാനമാടിയ ഒരു പാർട്ടിയിൽ നിന്നും ഒരു മണ്ഡലം പിടിച്ചെടുത്ത്
അപ്പം നമുക്ക് അറിയാമല്ലോ അദ്ദേഹം ആരാണ് എന്താണ് എന്നുള്ള വിവരം. ആ മണ്ഡലത്തെ ഈ ഓരോ പാവപ്പെട്ടന്റെ വീടുകളും പാവപ്പെട്ടന്റെ പേരെടുത്ത് അറിയാവുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് ശ്രീ മാണി സി കാപ്പൻ MLA. അദ്ദേഹം ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഫോമയുടെ ഏത് പ്രവർത്തനത്തിലും നമ്മുടെ കൂടെയുള്ള ശ്രീ മാണി സി കാപ്പനെ, അടുത്ത ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത മന്ത്രിയാകാൻ പോകുന്ന ശ്രീ മാണി സി കാപ്പനെ വളരെ ബഹുമാന പുരസ്കാരം ഇന്നത്തെ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. എൻ്റെ സഹപ്രവർത്തകരായ ശ്രീ നമ്മുടെ ഫോമയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ബൈജു വർഗീസ് ഇവിടെയുണ്ട്. ഞാൻ പെട്ടെന്ന് കടന്നു പോവുകയാണ്. ബൈജു വർഗീസ് നിങ്ങൾക്കറിയാം, ഒരു കർമ്മധീരനായ ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ പറ്റിയ ഒരു പ്രാപ്തനായ ശ്രീ ബൈജു വർഗീസിനെ, അതോടൊപ്പം പൈസകൾ കൊണ്ട് കാശിട്ട് അമ്മാനമാടുന്ന ശ്രീ സിജിൽ പാലക്കലോടി. അദ്ദേഹം മില്യൺസിന്റെ ബഡ്ജറ്റുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. നമ്മുടെ യൂത്തിന്റെ കർമ്മധീരൻ ഷാലു പുന്നീസും, അതുപോലെ തന്നെ നമ്മുടെ ഉരുക്ക് വനിതകളുടെ രത്നം ശ്രീമതി അനുപമ കൃഷ്ണ, ഇവരെ 5 പേരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന എക്സ് ഒഫീഷ്യർമാരുണ്ട്. പ്രിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് തോമസ്, അതുപോലെ തന്നെ OGS ജോൺ ഇവിടെ എത്തിയിട്ടില്ല. ബഹുമാനപ്പെട്ട ബിജു തോണിക്കറവിന് എക്സ് ഒഫീഷ്യൽസിൻ്റെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ മുൻ അധ്യക്ഷന്മാരായിട്ട് വിളിച്ചിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട ശശിയണ്ണൻ, പ്രഥമ പ്രസിഡന്റാണ്, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവും ശ്രീ നമ്മുടെ റീജിയനിൽ നിന്നുള്ള പ്രിയ ബഹുമാനപ്പെട്ട ബേബി ഉലാളി, ഡോക്ടർ ജേക്കബ് തോമസ്, ഇവർ 3 പേരെയും ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സവിനയം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഇവിടെ എത്തിയിരിക്കുന്ന RVPമാർ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. വിവിധ റീജിയനിലെ പ്രതിനിധീകരിച്ച് RVPമാർ എത്തിയിട്ടുണ്ട്. നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സ്, അതുപോലെ തന്നെ മുൻ നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സ് RVP, പിന്നെ ഫോമയുടെ കംപ്ലയിൻറ്റ്സ് അഡ്വൈസറി ജുഡീഷ്യറി കമ്മിറ്റിയുടെ ചെയർമാൻമാരെ, അതിൻ്റെ മെമ്പേഴ്സ്, അതുപോലെ തന്നെ സബ് കമ്മിറ്റികളുടെ എല്ലാ മെമ്പേഴ്സ്, എല്ലാവരെയും സവിനയം ഈ പ്രോഗ്രാമിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം മെട്രോ റീജിയൻ്റെ RVP ഇവിടെ നമുക്ക് വേണ്ടി ഏത് സമയവും ഇതിനു വേണ്ടി നമുക്ക് വേണ്ടി ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, ഇവിടെ ഇന്ന് രാവിലെ തൊട്ട് 18ാമത് NK ലൂക്കോസ് മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റ് വളരെ ഇതായിട്ട് രാവിലെ തൊട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ സഭാമണ്ഡലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിലേക്ക് കുറെ അധികം ഈ മെട്രോ റീജിയനാണ് ഹോസ്റ്റ് ചെയ്തിരുന്നത്. അതിൽ കുറെ അധികം കമ്മിറ്റികൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ച് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ സംസാരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much, Mr. Paul Jose, for that warm welcome. Former President for 2024-2026. Our current President has distinguished record of leadership. He was former's first convention chairman, a former president of KCCNA, former president of Houston Malaria Association, and has twice served as regional vice president of Southern Region, in addition to many other significant leadership roles throughout the years. With great pride, we warmly welcome our great leader, Mr. Baby Manakandel, up to the stage. Please welcome him with a round